അമ്മയും മോളിയും പിള്ളേരും ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ പെരുന്നാൾ തലേന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മഞ്ചേരിക്ക് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നഴ്സറി തുടങ്ങാൻ പറ്റിയിട്ടുള്ള മക്കൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി കൂട്ടിയിട്ടില്ല. കുറച്ച് ആൾക്കാരെ വണ്ടിയിലിട്ടിട്ട് ഞങ്ങളിതാ പോകുന്നത്. Let's go. പല്ല് നോക്കട്ടെ മോളെ ആൻറ്റി, എൻ്റെ കുട്ടീൻ്റെ നോക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. അതായത് ആപ്പാപ്പയ്ക്ക് ഒരു ഷർട്ടും പാൻറ്റും കൊടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതാ പോണത്. അപ്പാപ്പയും മേമയും കടയിൽ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഞാനിതാ ഈ മക്കളെ ഡീൽ ചെയ്യുന്ന തിരക്കിലാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇവിടെ രണ്ടും ഭയങ്കര ഫൈറ്റാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞ സോപ്പിടുന്നതെന്നറിയോ. അങ്ങനെ ആ ഷോപ്പിൽ അവർക്കും കൂടി കയറണമെന്ന് പറഞ്ഞപ്പോൾ ഓരും കൂടി കൊണ്ട് ഞാൻ പോയി. എൻ്റെ മോനെ അവിടെ എത്തിയതേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ കട തിരിച്ചിട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും, ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു തിരക്കിലാണ് ഞാൻ. അല്ലോ പഠിച്ചോനെ, എന്തൊക്കെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നത്തെക്കാട്ടിലും ഇന്ന് പണി കുറവാണ്. കാരണം 5-6 ഇനിയും കൂടിയും വരാണ്ടായിന്. അത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യം പഠിച്ചോന് വിൽക്കാൻ പോയിൻ്റെ കുട്ടി. എങ്ങനെ വിൽക്കാൻ പോയേ? ഇങ്ങനെ വിൽക്കാൻ പോയോ? എന്നിട്ട് എന്ത് പറ്റിയോ? ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ ഓസിൽമണിയുടെ പുതിയ പരാക്രമണങ്ങൾ. ഓ ഞാൻ ഹായ് പറയും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹോമീസ് അറി. ഹോമീസ് സുഖാണോ ചോദിച്ചു. അങ്ങനെ നോക്കല്ലേ? സുഖാണോ അയക്ക് നോക്കി. സുഖാണോ? സുഖാണോ? എന്താ എല്ലാരും വർത്താനം? മലയാളം കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ മാഞ്ഞുപോയി. മഴവെള്ളായി മാറിയോ, ഓ മാറിയോ. ഇങ്ങനെ ഉപ്പിലിട്ടും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. അവിടെ ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്.